പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. അയോധ്യ സംഭാവന ക്രമക്കേട്, ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിഷയങ്ങൾ ഉയർത്തി ആദ്യ ദിനം തന്നെ പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. രാവിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ മുന്നണി യോഗം ചേരുന്നുണ്ട്. എല്ലാ വിഷയങ്ങളും ചട്ടപ്രകാരം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് സർവകക്ഷി യോഗത്തിൽ സർക്കാർ അറിയിച്ചിരുന്നു. അതേസമയം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ന് പാർലമെന്റ് മാർച്ച് നടത്തും. വിവരങ്ങളുമായി ജിഷ്ണു ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ജിഷ്ണു, എന്തായാലും സർക്കാരുമായി ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പല മീഡിയയിലും വരുന്നുണ്ട്, അതായത് ഈ വിഷയത്തിൽ. അപ്പോൾ ഏത് തരത്തിലുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ പ്രതിപക്ഷം നിൽക്കുന്നത്? എന്തായാലും ഈ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കാനിരിക്കെ അയോധ്യ സംഭാവന ആണല്ലോ ഏറ്റവും കൂടുതലും ഈ സർക്കാരിനെ പിടിച്ചുലച്ച വിഷയവും. രാജേഷ്, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് 13 വരെ നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ FCRA നിയമ ഭേദഗതി ഉൾപ്പെടെ സുപ്രധാനമായിട്ടുള്ള 7 ബില്ലുകളാണ് നിലവിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. FCRA നിയമ ഭേദഗതി കൂടാതെ ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള നിയമങ്ങൾ, വന്ദേ മാതരത്തെ അപമാനിച്ചാൽ ജയിൽ ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ല്, അത്തരത്തിലുള്ള ബില്ലുകളാണ് ഇപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിലും സർക്കാർ വ്യക്തമാക്കിയത് എല്ലാ വിഷയങ്ങളും ചട്ടപ്രകാരം ചർച്ച ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പാർലമെന്റിന്റെ ആദ്യ ദിനം മുതൽ തന്നെ അയോധ്യ സംഭാവന ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സഭ പ്രക്ഷുബ്ധമാക്കാനും പാർലമെന്റിന് അകത്തും പുറത്തും ഒരുപോലെ പ്രതിഷേധമുയർത്താനുമാണ് പ്രതിപക്ഷം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ മുന്നണി, ഇന്ത്യ മുന്നണിയുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. ആ യോഗത്തിൽ DMK പങ്കെടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് മാറി പ്രത്യേക ഇരിപ്പിടം അനുവദിക്കണം എന്ന് സ്പീക്കർക്ക് DMK കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഒപ്പം സർക്കാരിന്റെ ഭാഗത്തു നിന്നാകട്ടെ ഇത്തരത്തിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ വികസന പദ്ധതികളും സർക്കാരിന്റെ നേട്ടങ്ങളും ഉയർത്തിക്കാട്ടിക്കൊണ്ട് സർക്കാരിന്റെ പദ്ധതികളെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിരോധിക്കാനാണ് സർക്കാർ ശ്രമമുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും സംഭവബഹുലമായിട്ടുള്ള വർഷകാല സമ്മേളനത്തിനാകും ഇന്ന് തുടക്കമാവുക. ഓഗസ്റ്റ് 13 വരെയാണ് വർഷകാല സമ്മേളനം നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അതേസമയം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം തുടരുകയാണ്. സമരം ഇന്നൊരു പാർലമെന്റ് മാർച്ച് നടത്തും എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. സമരത്തിന് അനുകൂലിക്കുന്നവർ മുഴുവൻ ജന്തർ മന്ദിറിലേക്ക് 9 മണിയോടെ എത്തണം എന്നാണ് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ഒരു മാർച്ചിന് ഇതുവരെ അനുമതി തേടിയിട്ടില്ല എന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അനുമതി തേടുകയോ അനുമതി നൽകുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കിയത്. നിലവിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ ജന്തർ മന്ദിറിന് ചുറ്റും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ബാരിക്കേഡുകൾ കെട്ടിക്കൊണ്ട്, അതായത് ഈ പാർലമെന്റ് മാർച്ചിന് വേണ്ടി ജന്തർ മന്ദിറിൽ നിന്ന് കോക്രോച്ച് പാർട്ടികൾ ഇറങ്ങുകയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് നിലവിൽ ഡൽഹി പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ആ പ്രതിഷേധം 9 മണിക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. 11 മണിയോടുകൂടി പാർലമെന്റിന്റെ നടപടികൾ ആരംഭിക്കും. രാജേഷ്, ഡൽഹിയിൽ നിന്നും ജിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.